ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ പാർട്ട്ണർക്ക് നമ്മളോടുള്ള ഇൻട്രസ്റ്റും സ്നേഹവും ഇഷ്ടവും എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്ന വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കഴിയുമെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലും അറിയിക്കുക. ചില ആളുകൾ അവരുടെ പാർട്ട്ണറോടുള്ള ഇൻട്രസ്റ്റ് അവർക്ക് നഷ്ടപ്പെട്ടാലും അവർ അത് തുറന്ന് പറയത്തില്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ചില ആളുകൾ വിചാരിക്കും അവരുടെ ആ പാർട്ട്ണർക്ക് ചിലപ്പോൾ അത് കേൾക്കുമ്പോൾ വിഷമമാകുമെന്നുള്ളത്. പക്ഷേ ഞാൻ പറയുന്നു, അത്തരത്തിൽ നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അത് അവരോട് പറയാനുള്ള മനസ്സ് കാണിക്കുക. അല്ലാത്ത പക്ഷം അവരതറിയാതെ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഒരുപക്ഷെ അവർക്ക് അത് മനസ്സിലായി കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ നിങ്ങളുടെ വഴിക്ക് വിടാൻ ചാൻസും ഉണ്ട്. അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ തുറന്ന് പറയുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങളോട് ഒരാൾക്ക് ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ടാൽ, എസ്പെഷ്യലി നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങളോട് ഒരു ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ മാക്സിമം അവരിൽ നിന്ന് നിങ്ങൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. അല്ലാതെ ഒരിക്കലും അവരുടെ പിന്നാലെ പോകരുത്. ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ട ഒരാളുടെ ലൈഫിലേക്ക് കടന്നു ചെല്ലുക, വീണ്ടും വീണ്ടും കടന്നു ചെല്ലുക എന്നുള്ളത് സത്യത്തിൽ ഒരിക്കലും തുറക്കാത്ത ഒരു വാതില് മുട്ടുന്നതിന് തുല്യമാണ്. നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് പോകാനുള്ള കാരണവും അതറിയാനുള്ള അവകാശവും തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അതറിയാൻ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. അതറിഞ്ഞ ശേഷം അവരെ അവരുടെ വഴിക്ക് വിടുക. ഒരു തെറ്റായ ധാരണയെ പറ്റി കൂടി പറയാം. അതായത് ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പല ആൾക്കാരും വിചാരിക്കുന്നത്, ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്താൽ, അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ ഒന്ന് അപ്രോച്ച് ചെയ്താൽ, ഒന്നുകൂടെ സംസാരിച്ചാൽ ഒരുപക്ഷെ ആ വ്യക്തിക്ക് നഷ്ടപ്പെട്ട ആ ഇൻട്രസ്റ്റും അട്രാക്ഷനും തിരിച്ചു വരും എന്നുള്ളതാണ്. ഈ ഒരു തെറ്റായ ധാരണയുടെ പുറത്താണ് പല ആളുകളും ഈ അകറ്റുന്ന ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ട വ്യക്തികളുടെ പിന്നാലെ വീണ്ടും വീണ്ടും പോകുന്നത്. പക്ഷേ ഇത് തെറ്റാണ്. ഇതൊരിക്കലും ചെയ്യാനും പാടില്ല. കാരണം ഇതിലൂടെ നഷ്ടപ്പെടുന്നത് നമ്മുടെ തന്നെ വിലപ്പെട്ട സമയവും അതുപോലെ നമുക്ക് നമ്മളോടുള്ള ഒരു ബഹുമാനവുമാണ്. ആ ഒരു സിറ്റുവേഷനിൽ നമുക്കിത് മനസ്സിലാവില്ല. പക്ഷേ ഒരു സമയം വരുമ്പോഴായിരിക്കും സത്യത്തിൽ പിന്നെ നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്. ഇനിയും ഈ ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ട തുറന്നു പറയാൻ മടിയുള്ള വ്യക്തികൾ ചില സിഗ്നലുകൾ തരും. അതായത് എനിക്ക് നിന്നോടുള്ള ഇൻട്രസ്റ്റ് പോയി, നിന്നെ എനിക്കിനിയും വേണ്ട എന്നുള്ളതിനുള്ള ചില സിഗ്നലുകൾ. ആ സിഗ്നലുകൾ എന്താണെന്നുള്ളതാണ് ഇനിയും പറയും. ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത്, അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അത് അവർക്ക് നിങ്ങളോട് ഒരു ഇൻട്രസ്റ്റ് പോയതിൻ്റെ ലക്ഷണമാണ്. നിങ്ങളെ കൊണ്ട് അവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ ശേഷം അവർ പിന്നെ നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് പോയി എന്നുള്ളതിൻ്റെ നല്ലൊരു സൂചനയാണ്. അതുപോലെ തന്നെ അവർ ഒരു ആശ്വാസത്തിന് വേണ്ടി മാത്രം നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. ഒരു വ്യക്തി ഇപ്പോൾ അവർ നിങ്ങളുടെ ക്രഷാകാം, പാർട്ട്ണറാകാം, പക്ഷേ അവരിപ്പോൾ ബോറടിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും ആയിട്ട് വഴക്കുണ്ടാക്കിയിട്ടൊക്കെ ഇരിക്കുമ്പോൾ മാത്രം ഒരു ഹീലിങ്ങിന് വേണ്ടി മാത്രം നിങ്ങളെ സമീപിക്കുന്ന ആളാണെങ്കിൽ ആ ഹീലിംഗ് കഴിഞ്ഞിട്ട് പിന്നെ അവർ നിങ്ങളോട്ടുള്ള കണക്ഷൻ കട്ട് ചെയ്ത് പിന്നെ നിങ്ങളെ മൈൻഡ് ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ, നിങ്ങൾ പിന്നെ തിരിച്ച് അങ്ങോട്ട് വിളിക്കുമ്പോഴും നിങ്ങളെ ഒരു മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് നിങ്ങളോട് അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലെന്നാണ്. അവർ ജസ്റ്റ് ഒന്ന് ഓക്കെ ആകാൻ വേണ്ടി മാത്രമാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. ഓക്കെ ആയി കഴിയുമ്പോൾ അവരവരുടെ പാട്ടിന് പോകും. ശുദ്ധഹൃദയരായിട്ടുള്ള നിങ്ങൾ വിചാരിക്കും നിങ്ങളെ വലിയ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ് അവർ നിങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നതെന്ന്. പക്ഷെ അതല്ല, ജസ്റ്റ് നിങ്ങളൊരു ഹീലിംഗ് പ്രോസസ്സായിട്ട് മാത്രമാണ് അവർ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ളവരും നിങ്ങളോടൊരു ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. അതുപോലെ ഫ്യൂച്ചറിലെ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ പാർട്ട്ണറുമായിട്ടൊക്കെ സംസാരിക്കാറുണ്ടായിരിക്കും. അതായത് ഇപ്പോൾ നാളെ എന്ത് ചെയ്യണം, മറ്റന്നാൾ എന്ത് ചെയ്യണം, അത്തരം കാര്യങ്ങളൊക്കെ. അങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവരതിനോടും ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് കേൾക്കാൻ തീരെ താല്പര്യമില്ലാത്ത രീതിയിലുള്ള ഒരു ബോഡി ലാംഗ്വേജിലൊക്കെയാണ് അവർ ഇരിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം അവരുടെ ഫ്യൂച്ചറിൽ നിങ്ങൾ വരാൻ അവരാഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അതെന്ന് വെച്ചാൽ ഒറ്റ വാക്കിൽ നിങ്ങളോട് അവർക്കൊരു ഇൻട്രസ്റ്റ് കുറവാണ് എന്നുള്ളത് തന്നെയാണ്. അതായത് നാളെ അവർക്ക് പ്രത്യേകിച്ച് ഒരു പണിയില്ല, പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല. പക്ഷേ നാളത്തെ നിങ്ങളുടെ പ്ലാനിങ്ങിനോട് അവർക്ക് തീരെ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ താല്പര്യം കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, നേരത്തെ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അവർ താല്പര്യം കാണിച്ചിട്ടുള്ള വ്യക്തിയാണ്, പക്ഷേ ഇപ്പോൾ അത് കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥവും എന്തെങ്കിലും ഒരു കാരണമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളോടൊരു ഇൻട്രസ്റ്റ് ഇല്ലായ്മയുണ്ട് എന്ന് തന്നെയാണ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക, ഇതിനൊക്കെയും പിന്നിൽ പല വശങ്ങളുണ്ടായിരിക്കും, പല കാരണങ്ങളുണ്ടായിരിക്കും.
എല്ലാം ഇൻട്രസ്റ്റ് ഇല്ലാഞ്ഞിട്ടാകണമെന്നൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അറിയണമെങ്കിൽ നിങ്ങൾക്കിടയിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. ഇത്തരത്തിലുള്ള സംശയം ഉണ്ടാകുമ്പോൾ ഇതിനെപ്പറ്റി സംസാരിച്ച് മണിക്കൂറുകൾ എടുത്തിട്ടാണെങ്കിലും നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യം ഓപ്പോസിറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയാൻ ശ്രമിക്കുക. തുറന്ന് തന്നെ പറയുക. എന്നിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മ്യൂച്വലായി തന്നെ ഇതിനൊരു തീരുമാനം എടുക്കുക. എത്ര വലിയ കുഴപ്പവും പ്രശ്നവുമാണെങ്കിലും പരസ്പരം രണ്ടുപേരും നല്ല രീതിയിൽ ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പല കാരണങ്ങളും പല കാര്യങ്ങളും അതിലൂടെ അറിയാൻ സാധിക്കും, അത് പരിഹരിക്കാനും സാധിക്കും. നമ്മളോട് ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തി എല്ലായ്പ്പോഴും നമുക്കായിട്ട് ഒരു സ്പേസ് തീർച്ചയായിട്ടും വെച്ചേക്കും. വീഡിയോയുടെ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.